നമസ്കാരം. ഭീകരതയുടെയും ആഭ്യന്തര കലഹങ്ങളുടെയും കടക്കണിയുടെയും നടുവിൽ പാകിസ്ഥാന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ വർഷമാണ് 2025. ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ ഉൾപ്പെടെയുള്ള പ്രത്യാഘാതങ്ങൾ നേരിട്ട പാകിസ്ഥാനിൽ അക്രമ സംഭവങ്ങളിൽ 34% വർധനവുണ്ടായിരുന്നു. ഖൈബർ പഖ്തൂൺഖ്വ, ബലൂചിസ്ഥാൻ പ്രവിശ്യകൾ കേന്ദ്രീകരിച്ച് TTP, BLA തുടങ്ങിയ സംഘടനകൾ നടത്തിയ ആക്രമണങ്ങൾ രാജ്യത്തെ മരണസംഖ്യ കുത്തനെ ഉയർത്തി. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി തർക്കവും ചൈനീസ് നിക്ഷേപങ്ങൾക്ക് നേരെയുള്ള ആക്രമണങ്ങളും പാകിസ്ഥാനെ നയതന്ത്രപരമായും സാമ്പത്തികപരമായും തളർത്തി. സൈന്യവും ജനങ്ങളും തമ്മിലുള്ള അകൽച്ചയും രാഷ്ട്രീയ അസ്ഥിരതയും രാജ്യത്തെ ഒരു തകർച്ചയുടെ വക്കിലെത്തിച്ചിരിക്കുന്നു. പഹൽഗാം ആക്രമണത്തിന് പിന്നാലെ ഇന്ത്യയുടെ ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള തിരിച്ചടി നേരിട്ട പാകിസ്ഥാന് 2025 വളരെ മോശം വർഷം തന്നെയായിരുന്നു. 2025 നിരവധി ആക്രമണങ്ങളാണ് പാകിസ്ഥാനിൽ ഉണ്ടായത്. തലങ്ങും വിലങ്ങും പാകിസ്ഥാനെ ശത്രുക്കൾ കയറി നിരങ്ങുന്ന അവസ്ഥയായിരുന്നു. 2024 2555 പേർ കൊല്ലപ്പെട്ടപ്പോൾ 2025 ഇത് 3417 ഉയർന്നു. 1272 ആക്രമണ സംഭവങ്ങളിലായി 3417 പേർ കൊല്ലപ്പെടുകയും 2134 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2021 മുതൽ ഓരോ വർഷവും പാകിസ്ഥാനിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചു വരികയാണ്. 2024 67% വർധനവുണ്ടായെങ്കിലും 2025 ഏറ്റവും കൂടുതൽ ആളപായം രേഖപ്പെടുത്തിയത്. അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തി പാകിസ്ഥാൻ അടച്ചതിനു ശേഷം ആക്രമണങ്ങളിൽ ഒരു താൽക്കാലിക കുറവുണ്ടായെങ്കിലും ആഭ്യന്തര പ്രശ്നങ്ങളടക്കം പാകിസ്ഥാനിൽ തുടരുന്നുണ്ട്. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള ഡ്യൂറന്റ് ലൈൻ അതിർത്തി തർക്കം രൂക്ഷമാവുകയും പലപ്പോഴും അതിർത്തിയിൽ സൈനിക ഏറ്റുമുട്ടലുകൾ നടക്കുകയും ചെയ്യുന്നുണ്ട്. ഒക്ടോബർ 11 അഫ്ഗാനിസ്ഥാനുമായി ബന്ധപ്പെടുന്ന അതിർത്തി അടച്ചതിനു ശേഷം ഡിസംബറോടെ ആക്രമണങ്ങളിൽ 17% കുറവുണ്ടായി. സാധാരണക്കാരും സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടെയുള്ളവരുടെ മരണനിരക്ക് 19% താഴ്ന്നു. ഇത് ഭീകരരുടെ സഞ്ചാരത്തെ നിയന്ത്രിക്കുന്നതിൽ ഒരു പരിധിവരെ സഹായിച്ചുവെന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എന്നാൽ ഈ ഫലം താൽക്കാലികം മാത്രമായിരുന്നു. പാകിസ്ഥാനിലെ ആക്രമണങ്ങളിൽ ഭൂരിഭാഗവും ഖൈബർ പഖ്തൂൺഖ്വയിലും ബലൂചിസ്ഥാനിലുമായിരുന്നു. ഈ രണ്ട് പ്രവിശ്യകളിൽ നിന്നായി മൊത്തം മരണങ്ങളിൽ 96%, ആക്രമണങ്ങളിൽ 93% രേഖപ്പെടുത്തി. ഖൈബർ പഖ്തൂൺഖ്വയാണ് ഏറ്റവും കൂടുതൽ ആക്രമണങ്ങളും തിരിച്ചടികളും നേരിട്ട പ്രവിശ്യ. ഇവിടെ 2331 പേർ കൊല്ലപ്പെട്ടു. ഇത് കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 44% വർധനവാണ്. ബലൂചിസ്ഥാനിൽ മരണസംഖ്യ 22% ഉയർന്ന് 956 എന്നാൽ പാകിസ്ഥാനിലെ പഞ്ചാബിൽ ആക്രമണങ്ങൾ കുറഞ്ഞു. 2024 66 മരണങ്ങൾ സംഭവിച്ചപ്പോൾ 2025 നമ്പർ 40 കുറഞ്ഞു. പാകിസ്ഥാന്റെ തലസ്ഥാന നഗരമായ ഇസ്ലാമാബാദിലും മരണസംഖ്യ കുറഞ്ഞു. 26 നിന്ന് 15 എത്തി. ഗിൽജിത് ബാൾട്ടിസ്ഥാനിൽ മരണസംഖ്യ 4 മടങ്ങായി. ഇവിടെ 4 പേർ കൊല്ലപ്പെട്ടു. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടവരായിരുന്നു. മൊത്തം മരണങ്ങളിൽ 60% അഥവാ 2060 പേർ ഇത്തരക്കാരായിരുന്നു. 2015 ശേഷം ഭീകര സംഘടനകളുമായി ബന്ധപ്പെട്ട് ഇത്രയധികം മരണങ്ങൾ സംഭവിച്ചിട്ടില്ല. സുരക്ഷാ ഓപ്പറേഷനുകൾ ശക്തമാക്കിയതിനെ തുടർന്നാണ് ഔട്ട്ലോക്കുകളുടെ മരണനിരക്ക് 120% വർദ്ധിച്ചത്. സാധാരണക്കാരുടെ മരണനിരക്ക് 24% കുറഞ്ഞെങ്കിലും പരിക്കേറ്റവരിൽ 56% സാധാരണക്കാരായിരുന്നു. സുരക്ഷാ സേനാംഗങ്ങളുടെ മരണനിരക്ക് 5% കുറഞ്ഞെങ്കിലും സൈനികരെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട്. സൈന്യത്തിന്റെയും ഫ്രണ്ടിയർ കോർപ്സിന്റെയും 374 ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. കൂടാതെ 22 ഉന്നത സൈനിക ഉദ്യോഗസ്ഥരെയും 7 മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെയും 2025 വധിച്ചു. ഈ ആക്രമണങ്ങൾക്ക് പിന്നിൽ പ്രധാനമായും തെഹ്രീകെ താലിബാൻ പാകിസ്ഥാൻ അഥവാ TTP ആണ്. കൂടാതെ ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി, ബലൂചിസ്ഥാൻ ലിബറേഷൻ ഫ്രണ്ട്, ഇസ്ലാമിക് സ്റ്റേറ്റ് ഖൊറാസൻ പ്രൊവിൻസ് തുടങ്ങിയ സംഘടനകളും ആക്രമണങ്ങളിൽ സജീവമായിരുന്നു. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി പോലുള്ള സായുധ ഗ്രൂപ്പുകൾ പാകിസ്ഥാൻ സൈന്യത്തിനും ചൈനീസ് നിക്ഷേപങ്ങൾക്കും നേരെ ആക്രമണം നടത്തുന്നത് തുടരുകയാണ്. ചൈനീസ് പൗരന്മാർക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ചൈനയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകൾ വീഴ്ത്തുന്നുണ്ട്. ഇമ്രാൻഖാന്റെ അറസ്റ്റിനും അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിനും പിന്നാലെ രാജ്യം കടുത്ത രാഷ്ട്രീയ വിഭജനത്തിലാണ്. രാജ്യത്തിന്റെ അധികാര കേന്ദ്രമായ സൈന്യവും ജനങ്ങളും തമ്മിലുള്ള അകൽച്ച വർദ്ധിക്കുന്നത് പാകിസ്ഥാൻ നേരിടുന്ന വലിയൊരു രാഷ്ട്രീയ പ്രതിസന്ധി കൂടിയാണ്. ഇന്ത്യയുമായുള്ള ബന്ധം ചരിത്രത്തിലെ ഏറ്റവും മോശാവസ്ഥയിലാണ്. അതിർത്തി കടന്നുള്ള ഭീകരവാദം അവസാനിപ്പിക്കാതെ യാതൊരു ചർച്ചയ്ക്കും തയ്യാറല്ലെന്ന ഇന്ത്യയുടെ കർശന നിലപാട് പാകിസ്ഥാനെ നയതന്ത്രപരമായി ഒറ്റപ്പെടുത്തുന്നതാണ്. അന്താരാഷ്ട്ര വേദികളിൽ കാശ്മീർ വിഷയം ഉന്നയിക്കാൻ പാകിസ്ഥാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആഗോള പിന്തുണ ലഭിക്കുന്നില്ല. 2022 മഹാപ്രളയത്തിന് ശേഷം പാകിസ്ഥാൻ ഇന്നും അതിന്റെ പ്രത്യാഘാതങ്ങളിൽ നിന്ന് മുക്തമായിട്ടില്ല. കൃഷിനാശവും ഭക്ഷ്യക്ഷാമവും പാകിസ്ഥാനെ തളർത്തുന്നുണ്ട്. ആഭ്യന്തര കലഹങ്ങൾ, അതിർത്തിയിലെ യുദ്ധസമാനമായ സാഹചര്യങ്ങൾ, തകരുന്ന സമ്പദ് വ്യവസ്ഥ എന്നിവ പാകിസ്ഥാനെ ഒരു അസ്ഥിര രാജ്യമാക്കി മാറ്റുകയാണ്. ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ രാഷ്ട്രീയമായ ഐക്യവും വിദേശ നയതന്ത്രത്തിലെ മാറ്റവുമാണ് അനിവാര്യം. അതിർത്തി കടന്നുള്ള ഭീകരവാദം വളർത്തുന്ന പാകിസ്ഥാന്റെ നയങ്ങൾ പാകിസ്ഥാന് തന്നെ തിരിച്ചടിയായി മാറുന്ന കാഴ്ചയാണ് 2025 ലോകം കണ്ടത്. ഇന്ത്യയുടെ കർശനമായ നയതന്ത്ര നിലപാടുകൾ പാകിസ്ഥാനെ ആഗോളതലത്തിൽ ഒറ്റപ്പെടുത്തുമ്പോൾ ആഭ്യന്തരമായി ഭക്ഷ്യക്ഷാമവും പ്രളയാനന്തര സാമ്പത്തിക തകർച്ചയും പാകിസ്ഥാനെ വേട്ടയാടുന്നു. സുരക്ഷാ സേനാംഗങ്ങളുടെയും സാധാരണക്കാരുടെയും മരണനിരക്ക് വർദ്ധിക്കുന്നത് ഭരണകൂടത്തിന്റെ പരാജയമാണ്.
വരാനിരിക്കുന്ന വർഷങ്ങൾ അതിജീവിക്കണമെങ്കിൽ ഭീകരവാദത്തോടുള്ള സമീപനം മാറ്റുകയും രാഷ്ട്രീയമായ ഐക്യം കണ്ടെത്തുകയും ചെയ്യണം. കുറുക്കു വഴികളിലൂടെയുള്ള വിദേശ നയം ഉപേക്ഷിക്കാതെ ഈ അസ്ഥിരതയിൽ നിന്ന് മോചനം നേടുക എന്നത് പാകിസ്ഥാന് അസാധ്യമായി തന്നെ തുടരും. ഒറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ: ഭീകരവാദം അവസാനിപ്പിച്ചില്ലെങ്കിൽ പാകിസ്ഥാന് 2025 മാത്രമല്ല, ഇനിയുള്ള എല്ലാ വർഷവും വളരെ വളരെ മോശമായിരിക്കും.